വെൽക്കം ടു പോളോസിസ്. പോളോസിൽ സ്കീം സെറ്റിങ്സിൽ ബൈ 1 ഗെറ്റ് 1 അല്ലെങ്കിൽ ബൈ 2 ഗെറ്റ് 1 ഫ്രീ, ബൈ 3 ഗെറ്റ് 1 ഫ്രീ എന്നുള്ള അതുപോലത്തെ സ്കീം സെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് സ്കീം സെറ്റ് ചെയ്യുന്നത് ഇൻവെൻറ്ററിയിൽ മാസ്റ്റേഴ്സിൽ സ്കീംസ് ഓപ്പൺ ചെയ്യുക. അതിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആ സ്കീമിൻ്റെ പേര്, ഇപ്പോൾ ഉദാഹരണത്തിന് ബൈ 2 ഗെറ്റ് 1 ആണെങ്കിൽ നമുക്ക് ആ പേര് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പേരും കോഡുമാണ്, രണ്ടും സെയിം ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കറക്റ്റ് കോഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കീം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, എന്നാണ് സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ എന്നാണ് എൻഡ് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡ് ഡേറ്റും സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കീം ടൈപ്പ്, ഈ സ്കീം ടൈപ്പിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോൾ പറയുന്നത് ബൈ എൻ ഗെറ്റ് എം ഫ്രീ എന്നുള്ള സ്കീമാണ്. അതായത് ബൈ 1 ഗെറ്റ് 1 അല്ലെങ്കിൽ ബൈ 2 ഗെറ്റ് 1 ഫ്രീ എന്നുള്ളത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം, ക്വാണ്ടിറ്റി ലിമിറ്റ് ആൻഡ് ഫ്രീ ക്വാണ്ടിറ്റി. ഇതിൽ ക്വാണ്ടിറ്റി ലിമിറ്റിൽ എത്ര പ്രൊഡക്ട്സ് എടുക്കുമ്പോഴാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ എത്ര പ്രൊഡക്റ്റാണ് ഫ്രീ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ഫ്രീ എന്നുള്ളതാണ് ഇപ്പോൾ സ്കീം സെറ്റ് ചെയ്തിട്ടുള്ളത്. സേവ് ചെയ്യുക. ഇപ്പോൾ സ്കീം സെലക്ട് ചെയ്തു. ഇനി ആ സ്കീമിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഇൻവെൻറ്ററിയിൽ മാസ്റ്റേഴ്സിൽ സ്കീം സെറ്റിങ്സിൽ സ്പെഷ്യൽ സ്കീം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ FOC സ്കീം എന്നുള്ള ഓപ്ഷൻ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കീം ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും, ക്വാണ്ടിറ്റി ഇത്. അതിനുശേഷം ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്, ഇതിലിപ്പോൾ ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് ഈ സ്കീം വേണ്ടതെന്നുള്ളത് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഈ 510033 എന്നുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എങ്കിൽ ഈ പ്രൊഡക്റ്റ് എൻ്റർ ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ABC എന്നുള്ള പ്രൊഡക്റ്റ് 2 ക്വാണ്ടിറ്റി എടുത്താൽ 1 ഫ്രീ. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. സെയിൽസ് വിൻഡോ ഓപ്പൺ ചെയ്ത് ആ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നു. നെക്സ്റ്റ് പ്രൊഡക്റ്റും ക്വാണ്ടിറ്റിയിലാണ് വന്നിട്ടുള്ളത്, 75 ആയി. മൂന്നാമത്തെ പ്രൊഡക്റ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് ക്വാണ്ടിറ്റി ഫ്രീ ആയിട്ടായിരിക്കും വരുന്നത്. ആ ക്വാണ്ടിറ്റി ഫ്രീ എന്നുള്ള ഓപ്ഷനിലേക്കായിരിക്കും പോയിട്ടുണ്ടാകും. ഇതിൽ സ്കീം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്കീമിൽ ഓട്ടോ ഇൻക്രിമെൻറ്റ് ക്വാണ്ടിറ്റി വർക്ക് ചെയ്യില്ല. സ്കീം ലൈൻ ബൈ ലൈനായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ ഇത് സ്കീം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ 2 ക്വാണ്ടിറ്റി വന്നു, മൂന്നാമത് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അത് ഫ്രീ ആയിട്ട് മാറി. ഇനി വീണ്ടും സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി, സെക്കൻഡ് വൺ നോർമൽ ക്വാണ്ടിറ്റിയിൽ വന്നു. തേർഡ് ഐറ്റം സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് ഫ്രീ ആയിട്ടായിരിക്കും സ്കാൻ ആവുക. അതായത് യൂണിറ്റ് പ്രൈസ് ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ട് 0 ആയിരിക്കും, ഇവിടെ ഫ്രീ എന്നുള്ളതിൽ സ്കാൻ ആവും. ഇനി ഈ സ്കീമിലേക്ക് പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈ സ്കീമിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യാനും നമുക്ക് ഓപ്ഷൻ ഇൻവെൻറ്ററിയിൽ മാസ്റ്റേഴ്സിൽ സ്കീം സെറ്റിങ്സിൽ സ്പെഷ്യൽ സ്കീം എടുക്കുക, FOC സ്കീം. ആ സ്കീം ക്ലിക്ക് ചെയ്ത് ഈ സെലക്ട് ബട്ടൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിലവിലെ സ്കീമിലുള്ള പ്രൊഡക്ട്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. അതിലേക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാർകോഡ് സ്കാൻ ചെയ്ത് പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. ഇനി റിമൂവ് ചെയ്യാൻ ഇവിടെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഐറ്റംസ് റിമൂവ് ചെയ്യാം. വിൻഡോ ക്ലോസ് ചെയ്താൽ നമുക്ക് ആ സ്കീം സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്കീമിൻ്റെ വാലിഡിറ്റി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടലി സ്കീം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററിയിൽ മാസ്റ്ററിൽ സ്കീംസ് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ സ്കീമാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളത്, ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസ് ഫിനിഷ്ഡ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കീം ഫിനിഷായി. ഇനി ആ പ്രൊഡക്റ്റ് സ്കാൻ ചെയ്താലും നോർമലി സ്കാൻ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും സേവ് ആവുക.